KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുന്നതിന്റെ ഭാഗമായി പ്രാഥമിക നടപടികൾ കഴിഞ്ഞ ദിവസം ആരംഭിച്ചിരുന്നു. KSRTCക്ക് ഉണ്ടാകാൻ പോകുന്ന സാമ്പത്തിക ബാധ്യത എത്രയെന്ന് കണ്ടെത്താൻ വേണ്ടിയാണ് ഈ നടപടി. ടിക്കറ്റ് മെഷീനിൽ ലിംഗഭേദം രേഖപ്പെടുത്താനാണ് തീരുമാനിച്ചത്. ടിക്കറ്റിൽ ഇനി മുതൽ സ്ത്രീ, പുരുഷൻ എന്നൊക്കെ ഉണ്ടാകും. KSRTCയുടെ അഡീഷണൽ ജനറൽ മാനേജറാണ് ഈ ഉത്തരവ് ഇറക്കിയത്. തെരഞ്ഞെടുപ്പ് ഫലം വന്ന ശേഷം ധനവകുപ്പ് ഈ പദ്ധതി നടപ്പിലാക്കിയാലുള്ള സാമ്പത്തിക ബാധ്യത അറിയിക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. എത്ര ബാധ്യത ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയാണ് ഈ നടപടി. അതായത് ശരാശരി ഒരു ദിവസം എത്ര സ്ത്രീകൾ യാത്ര ചെയ്യുന്നുണ്ട് എന്ന് കണക്കെടുക്കാനും ഇത് തുടങ്ങി ഒരു മാസമാകുമ്പോൾ എത്ര ബാധ്യത വരും എന്നുമുള്ള കാര്യങ്ങൾ കണ്ടെത്താനും കൂടിയാണ് ഈ നടപടി. എന്നാൽ പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെയും അതുമായി ബന്ധപ്പെട്ടവരുടെയും ഒരു പ്രസ്താവന ഇന്നലെ പുറത്തു വന്നിരുന്നു. അവർ പറയുന്നത് KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിച്ചാൽ അത് കാരണം സ്വകാര്യ ബസ് വ്യവസായം തകരുകയും ആയിരക്കണക്കിന് തൊഴിലാളികളും അതുകൊണ്ട് ജീവിക്കുന്നവരും വഴിയാധാരമാകും എന്നുമാണ്. തങ്ങളുടെ യാത്രക്കാരിൽ ഏതാണ്ട് 60 മുതൽ 70% വരെ സ്ത്രീകളാണെന്നും അവരെ നഷ്ടപ്പെട്ടാൽ പിന്നെ കുറച്ച് വിദ്യാർത്ഥികൾ മാത്രമേ ഈ പ്രൈവറ്റ് ബസ്സിൽ കയറാൻ ബാക്കിയുണ്ടാകൂ എന്നുമാണ് അവർ പറയുന്നത്. അതുകൊണ്ട് ഈ തീരുമാനം നടപ്പിലാക്കരുതെന്നാണ് അവരുടെ ശക്തമായ ആവശ്യം. ഒന്ന് നോക്കിയാൽ കേരളത്തിലെ മറ്റുള്ള തൊഴിലുകളിൽ പലതും കൈകാര്യം ചെയ്യുന്നത് അന്യസംസ്ഥാന തൊഴിലാളികളാണ്. പല മേഖലകളിലും അതിഥി തൊഴിലാളികൾ തന്നെയാണ് ഭൂരിഭാഗവും ഉള്ളത്. അതുകൊണ്ട് തന്നെ സാധാരണ മലയാളികളുടെ പ്രധാനപ്പെട്ട തൊഴിൽ മേഖലകളാണ് ഓട്ടോറിക്ഷയും സ്വകാര്യ ബസ്സുമൊക്കെ. KSRTCയിൽ സൗജന്യ യാത്ര കൂടി ആരംഭിക്കുന്നതോടെ പ്രൈവറ്റ് ബസ്സുകാർ പട്ടിണിയിലാകും എന്നാണ് പറയുന്നത്. എന്നാൽ UDF ഈ വാഗ്ദാനം നൽകിയത് ഇലക്ഷൻ നടക്കുന്നതിനും ഏതാണ്ട് 2 മാസം മുന്നെയാണ്. പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അന്നൊന്നും ഇതിനെതിരെ ഒന്നും മിണ്ടിയിട്ടില്ല. ആ സമയത്തൊക്കെ ഇടത് സർക്കാരിനെ താഴെ ഇറക്കാനുള്ള ഓട്ടത്തിലായിരുന്നു അവരെല്ലാം. പ്രൈവറ്റ് ബസ്സുകളെ തകർക്കുന്ന ഗണേഷ് കുമാറിനും ഇടത് സർക്കാരിനും എതിരെയായിരുന്നു അവരുടെ മുഴുവൻ രോഷപ്രകടനവും. ഇപ്പോൾ പുതിയ സർക്കാർ അധികാരമേൽക്കാൻ പോകുമ്പോഴാണ് ഈ സൗജന്യയാത്രയെക്കുറിച്ച് ഇവർക്ക് ബോധം വന്നിരിക്കുന്നത്. ഇത് കോൺഗ്രസുമായുള്ള ഒരു ഡീൽ അല്ലെങ്കിൽ ഒത്തുകളി ആണോ എന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റം പറയാനും കഴിയില്ല. തീർത്തും അപ്രായോഗികമായി സൗജന്യയാത്ര വാഗ്ദാനം പ്രൈവറ്റ് ബസ്സുകാരുടെ സമരവും സമ്മർദ്ദവും കാരണം UDF സർക്കാർ നടപ്പിലാക്കില്ല. പ്രൈവറ്റ് ബസ്സുകാരെ സഹായിക്കാനെന്ന വ്യാജേന ഈ വാഗ്ദാനം നൈസായി ഒഴിവാക്കി വിടും. ഇതെല്ലാം പ്രൈവറ്റ് ബസ് ഉടമകളും UDFും തമ്മിലുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് തന്നെയാണ്. സ്ത്രീകൾക്കുള്ള സൗജന്യയാത്രയെ ഇലക്ഷന് മുൻപ് എതിർക്കാത്ത പ്രൈവറ്റ് ബസ് ഉടമകൾ ഇപ്പോൾ സമരത്തിന് ഇറങ്ങുന്നത് എന്തിനാണ്? അതായത് ഇലക്ഷന് ശേഷം നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കിക്കോളൂ, ഞങ്ങൾ നിങ്ങളോടൊപ്പം നിൽക്കാം എന്നൊരു മുൻധാരണയുടെ പുറത്താണ് ഇത് ചെയ്യുന്നത്. ഉമ്മൻചാണ്ടിയുടെ UDF സർക്കാർ ഇറങ്ങിപ്പോകുമ്പോൾ 615 കോടി രൂപയായിരുന്നു KSRTCയുടെ പ്രതിവർഷ നഷ്ടം. ആകെയുള്ള 73 ഡിപ്പോകളും അന്ന് നഷ്ടത്തിലായിരുന്നു. നഷ്ടം നികത്താൻ വർഷാവർഷം കോടിക്കണക്കിന് രൂപ നികുതി പണത്തിൽ നിന്ന് കണ്ടെത്തേണ്ടി വന്നിരുന്നു. പൊട്ടിപ്പൊളിഞ്ഞ വൃത്തിഹീനമായ ബസ്സുകൾ മാത്രം റോഡിൽ ഉണ്ടായിരുന്ന ഒരു കാലമായിരുന്നു അത്. ഇന്ന് ഗണേഷ് കുമാറും LDF സർക്കാരും ഇറങ്ങിപ്പോകുമ്പോൾ KSRTCയുടെ എല്ലാ ഡിപ്പോകളും പ്രവർത്തന ലാഭത്തിലാണ്. കടമെടുക്കാതെ സ്വന്തം വരുമാനത്തിൽ നിന്നാണ് ജീവനക്കാരുടെ സാലറിയും വണ്ടികളുടെ മെയിൻ്റനൻസും ഒക്കെ നിർവഹിക്കുന്നത്. സ്വന്തം വരുമാനത്തിൽ നിന്നാണ് മുൻകാലങ്ങളിലുള്ള കടബാധ്യത മെല്ലെ മെല്ലെ കുറച്ചുകൊണ്ടുവരുന്നത്. KSRTCയുടെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച കുറച്ച് വർഷങ്ങളാണ് ഇപ്പോൾ കടന്നുപോയത്. ഇതൊക്കെ ചെയ്തിട്ടും ഗണേഷ് കുമാർ തോറ്റപ്പോൾ സ്വകാര്യ ബസ്സുകളെ തകർത്ത മന്ത്രി തോറ്റു എന്ന് പറഞ്ഞ് ആഹ്ലാദം പ്രകടിപ്പിച്ച ആളുകളാണ് ഇപ്പോൾ കിടന്ന് കരയുന്നത്. കേരളത്തിൽ 1.25 കോടിയിൽ പരം സ്ത്രീകളുടെ സൗജന്യ യാത്രയാണ് കോൺഗ്രസ് ഓഫർ ചെയ്തത്. ആ വാഗ്ദാനം പാലിച്ചില്ലെങ്കിൽ അവരുടെ വോട്ടും നേടി ജയിച്ചിട്ട് അവരെ ചതിക്കുന്നതിന് തുല്യമാണ്. UDF നൽകിയ ഓഫറുകൾ എല്ലാം നടപ്പിലാക്കുകയാണെങ്കിൽ പൊതുഗതാഗതം, ആരോഗ്യരംഗം, പൊതുവിതരണം, പൊതുവിദ്യാഭ്യാസം ഇതൊക്കെ ഇവിടെ തകർന്ന് തരിപ്പണമാകും. മുഖ്യമന്ത്രിയെ എങ്ങനെയെങ്കിലും കണ്ടെത്തി ഭരണം തുടങ്ങിക്കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നത് ഈ അനിവാര്യമായ തകർച്ചയാണ്. അല്ലെങ്കിൽ ഈ ഇലക്ഷൻ വാഗ്ദാനങ്ങളൊക്കെ വെറും നുണയാണെന്ന് സതീശനെ കൊണ്ട് തന്നെ പറയിപ്പിക്കേണ്ടി വരും.